നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഒരു 9 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് ആരും മറക്കില്ല. ഈ കേസിൽ ഇപ്പോൾ പ്രതിക്ക് മരണം വരെ കഠിന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. കുടക് നപ്പോക്ക് സ്വദേശി PA സലീമിനെയാണ് ഇപ്പോൾ ഹൊസ്ദുർഗ് അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി PM സുരേഷ് ശിക്ഷിച്ചത്. പീഡനത്തിനിരയായ കുട്ടിയിൽ നിന്നും കവർന്ന കമ്മൽ വിൽക്കാൻ സഹായിച്ച പ്രതിയുടെ സഹോദരിയും കേസിലെ 2ാം പ്രതിയുമായ കൂത്തുപറമ്പ് സ്വദേശിനി സുഹൈബയെ തിങ്കളാഴ്ച കോടതി പിരിയും വരെ തടവിനും ശിക്ഷിച്ചു. കേസിൽ ഇരുവരും കുറ്റക്കാരാണെന്ന് ശനിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 15-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പുലർച്ചെ 3-ന് കുട്ടിയുടെ മുത്തശ്ശൻ പശുവിനെ കറക്കാനായി പുറത്തുപോയ സമയത്താണ് പ്രതി അവിടെ ഒളിച്ചിരുന്നു. ആ പ്രതി വീടിനകത്ത് കയറിയത്. മുൻവാതിലൂടെ കയറി കുട്ടിയെ എടുത്ത് 1/2 കിലോമീറ്റർ അകലെയുള്ള വയലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. കുട്ടിയെ പിന്നീട് അയാൾ വയലിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. പേടിച്ചരണ്ട ബാലിക ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഏറ്റവും അടുത്തുള്ള ഒരു വീട്ടിലെത്തുകയായിരുന്നു. കുട്ടിയുടെ സ്വർണ്ണക്കമ്മൽ വിറ്റുകിട്ടിയ കാശുമായി മഹാരാഷ്ട്രയിലും ബാംഗ്ലൂരിലും ഒടുവിൽ ആന്ധ്രയിലും എത്തിയ സലീമിനെ 9ാം നാളാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വളരെ എല്ലാവരും ഏറെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളായിരുന്നു. കാരണം ആ കുഞ്ഞിനൊന്നും പറ്റരുത് എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടായിരുന്നു നാട്ടുകാരും വീട്ടുകാരും പോലീസ് എല്ലാവരും ചേർന്ന് കുഞ്ഞിനെ തെരഞ്ഞതും അതുപോലെ തന്നെ ആ പ്രതിയെ പിടികൂടിയതും. 9 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. അപ്പോഴേക്കും പോലീസിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. പ്രതിയെ രക്ഷപ്പെടാൻ ഉള്ള പഴുത് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ 9ാം നാൾ നമ്മുടെ കേരള പോലീസ് പ്രതിയെ പിടികൂടി. അന്നത്തെ ഹൊസ്ദുർഗ് ഇൻസ്പെക്ടറും നിലവിൽ പേരാവൂർ ഡിവൈഎസ്പിയുമായ MP ആസാദിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പോക്സോ ഉൾപ്പെടെ 7 വകുപ്പുകൾ ചേർത്താണ് പ്രതി അറസ്റ്റിലായതിന്റെ 39ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചത്. ഈ വർഷം ജാനുവരിയിലാണ് വിചാരണ തുടങ്ങിയത്. കണ്ണിച്ചോരയില്ലാത്ത ക്രൂരതയാണ് അന്ന് രാത്രി നടന്നത്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് ഒരു കുഞ്ഞിനെ, വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ മുത്തശ്ശൻ പുലർച്ചെ പശുവിനെ കറക്കാൻ പോയ തക്കം നോക്കി അകത്ത് കയറി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുക, ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുക, അവിടെ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു വയലിൽ വെച്ച് കുഞ്ഞിനെ പീഡിപ്പിച്ച് അവിടെ ഉപേക്ഷിക്കുക. ഇതൊക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഏതായാലും പുലർച്ചെ കാഞ്ഞങ്ങാട് ഉണർന്നതും 3ാം ക്ലാസ്സുകാരിക്ക് നേരെ ഉണ്ടായ ഈ കൊടും ക്രൂരത അറിഞ്ഞാണ്. പല ആളുകളെയായിരുന്നു ആദ്യം സംശയിച്ചിരുന്നത്. പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസിനൊപ്പം നാടൊന്നാകെ ചേർന്നു. എല്ലാവർക്കും ഒരു പ്രാർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ, കുറ്റവാളിയെ എത്രയും പെട്ടെന്ന് അഴിക്കുള്ളിലാക്കുക. ആളുകളുടെ വികാരത്തിനൊത്ത് ഉയർന്ന പോലീസ് 9 ദിവസം കൊണ്ട് പ്രതിയെ പിടിച്ചു. കുടക് നപ്പോക്ക് സ്വദേശിയായ സലീമായിരുന്നു പ്രതി. ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ കല്യാണം കഴിച്ച് 4 മക്കളുള്ള ആളാണ് ഈ ക്രൂരത നടത്തിയതെന്ന് ആർക്കും വിശ്വസിക്കാനായില്ല. സ്ഥിരമായി ഇവിടെ താമസിക്കാറില്ല, ഇടയ്ക്കിടെ കുടകിലേക്ക് പോകും. അതിനാൽ ഇവിടുത്തെ ആളുകൾക്ക് വലിയ പരിചയമൊന്നും സലീമുമായില്ല. വിചാരണ കോടതിയിൽ ഇയാളുടെ ഭാര്യയുടെ മൊഴി പോലും പ്രോസിക്യൂഷന് അനുകൂലമായിരുന്നു. തലേന്ന് വീട്ടിൽ വന്നതും താൻ 500 രൂപ കൊടുത്ത് എവിടേക്കെങ്കിലും പൊയ്ക്കൊള്ളാൻ പറഞ്ഞതുമെല്ലാം ഭാര്യയുടെ മൊഴിയിലുണ്ടായിരുന്നു. 67 സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. രക്തസാമ്പിൾ, സംഭവ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രം, ബാഗ്, ടോർച്ച്, പീഡനം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ തലമുടി, 20-50 രൂപയുടെ നോട്ടുകൾ, CCTV ദൃശ്യങ്ങളുടെ വീഡിയോ ഫയൽ തുടങ്ങി 40-ലധികം വസ്തുക്കൾ, കുട്ടി ഹൊസ്ദുർഗ് മജിസ്ട്രേറ്റ് നൽകിയ മൊഴി, വില്ലേജ് ഓഫീസറുടെ സൈറ്റ് പ്ലാൻ തുടങ്ങി 15-ലധികം രേഖകൾ എന്നിവയും 300 പേജുകളുള്ള കുറ്റപത്രത്തോടൊപ്പം ഹാജരാക്കിയിരുന്നു. പ്രതിക്കെതിരെയുള്ള കോടതി വിധി കേൾക്കാനെത്തിയവരുടെ കൂട്ടത്തിൽ ഇരയായ കുട്ടിയുടെ വീട്ടുകാരും ബന്ധുക്കളും പ്രദേശത്തെ നിരവധി ആളുകളും എത്തിയിരുന്നു. വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ അപൂർവമായ കേസാണെന്ന് പ്രതി സലീമിനെ വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് A ഗംഗാധരൻ വാദിച്ചതും സുപ്രീം കോടതിയുടെ 4 വിധികളെ ഉദ്ധരിച്ചായിരുന്നു. 1980-ൽ ബച്ചൻ സിംഗും പഞ്ചാബ് സർക്കാരും തമ്മിലുള്ള കേസിലും 1983-ൽ മച്ചി സിംഗും പഞ്ചാബ് സർക്കാരുമായുള്ള കേസിലും സുപ്രീം കോടതി പറഞ്ഞത് ഒരാൾ നന്നാകുന്നില്ലെങ്കിൽ, ക്രൂരകൃത്യം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ വധശിക്ഷ നൽകാമെന്നാണ്. ഇവിടെ സമാനമായ അനുഭവമുണ്ടെന്ന് പ്രതിയുടെ മുൻ കേസ് ചൂണ്ടിക്കാണിച്ച് പ്രോസിക്യൂഷൻ വാദിച്ചു. ബന്ധുവായ 12 വയസ്സുള്ള കുട്ടിയെ കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസുണ്ട് സലീമിന്റെ പേരിൽ. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലുള്ള ഈ കേസിന്റെ വിചാരണ നടക്കാനിരിക്കെയാണ് 2011-ൽ അബ്ദുൾ മന്നനും ബീഹാർ സർക്കാരും
തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവമായിരുന്നു മറ്റൊന്ന്. അപൂർവമാണെന്ന് വിചാരണ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ വധശിക്ഷ നൽകാമെന്നായിരുന്നു വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന് തിവാരി എന്ന ആളും മധ്യപ്രദേശ് സർക്കാരും തമ്മിലുള്ള കേസാണ് നാലാമതായി ഉദ്ധരിച്ചത്. 1996 ഈ സുപ്രീം കോടതി വിധിയിൽ ഒരാൾ സമൂഹത്തിന് ഭീഷണിയാണെന്ന് തോന്നിയാൽ വിചാരണ കോടതിക്ക് വധശിക്ഷ നൽകാമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ശേഷം നടന്ന വാദം 3/4 മണിക്കൂറോളം നീണ്ടു. അപൂർവതയൊന്നും ഈ കേസിനില്ലെന്നും അന്വേഷണത്തിൽ പാളിച്ചയുണ്ടെന്നും പ്രതിക്ക് നിയമസഹായത്തിന് സർക്കാർ നിയോഗിച്ച അഭിഭാഷകൻ TM ദേവദാസ് വാദിച്ചു. പ്രതിയുടെ പിതാവിന്റെ രോഗാവസ്ഥ, കുടുംബത്തിലെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളും ഇദ്ദേഹം വിശദീകരിച്ചു. കൊടുംക്രൂരതയ്ക്ക് 9 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഏതായാലും വീട്ടിൽ അതിക്രമിച്ചു കയറൽ, തട്ടിക്കൊണ്ടുപോകൽ, പീഡിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോകൽ, കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തൽ, തടഞ്ഞു നിർത്തൽ, കവർച്ച, 12 വയസ്സിന് താഴെയുള്ള കുട്ടിയെ പീഡിപ്പിക്കൽ തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 449, 369, 374, 506(2), 342, 394, 376A-B എന്നീ വകുപ്പുകളും പോക്സോ ആക്ടിലെ 6B, 5M എന്നീ വകുപ്പുകളാണ് പീഡനക്കേസ് പ്രതി കുടകിലെ സലീമിനെതിരെ ചുമത്തിയത്. ഇത്രയും വകുപ്പുകളിൽ പ്രതി കുറ്റക്കാരനാണെന്ന ഒറ്റ വാചകമായിരുന്നു കോടതിയുടേത്. പ്രതിയുടെ സഹോദരി സുഹൈബയ്ക്കെതിരെ കളവ് മുതൽ വിൽക്കാൻ സഹായിച്ചതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 449 വകുപ്പാണ് ചുമത്തിയത്. ഏതായാലും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്യുന്ന പ്രതികൾക്കുള്ള ഒരു തക്കതായിട്ടുള്ള, അവർക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെയാണ് കോടതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കുറ്റവാളികൾ ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ നമുക്കും പറയാനുള്ളത്.